ബ്രസീൽ കുപ്പായത്തിൽ ഒരുപാട് ഇതിഹാസങ്ങൾ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെക്കാളധികം മറ്റു രാജ്യവും ഈ ഫുട്ബോൾ ലോകത്ത് മികച്ചവരെ സംഭാവന നൽകിയിട്ടില്ല. എൻ്റെ തലമുറ കണ്ട ബ്രസീൽ ഫുട്ബോൾ യുഗത്തിൽ ഡിനോ, കക്ക, റോബിനോ, ഓസ്കർ, നെയ്മർ തുടങ്ങിയ പ്ലേമേക്സിനെ കൊണ്ട് കളിമനയുന്ന ബ്രസീൽ ഫുട്ബോളിനെയാണ്. ഒടുവിൽ നെയ്മർ യുഗത്തിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും മറ്റൊരു നായകൻ അവർക്ക് വേണ്ടി അവിടെ ഉദയം ചെയ്തിട്ടില്ല. താരനിബിഡമായ ബ്രസീൽ മണ്ണ് ഒരുപാട് ഇതിഹാസങ്ങൾ ജന്മം നൽകിയെങ്കിൽ പോലും നെയ്മറിന് ശേഷം ബ്രസീൽ ഫുട്ബോളിൻ്റെ ഭാവി ഏറ്റെടുക്കുവാൻ പോന്ന ജനിതക ഗുണം ആരിലും പ്രകടമായിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ആർക്കും അതിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. സാമ്പാതാളം നഷ്ടപ്പെട്ട ബ്രസീലിനെ മധ്യനിര നിയന്ത്രിക്കുവാൻ ഇന്നും ഈ തലമുറയിലും മറ്റാരും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. ദിനംപ്രതി ഓരോ താരങ്ങളുടെ പേരുകളും ഈ ലോകത്ത് ചർച്ചയാകുമ്പോഴും നാഷണൽ ജേഴ്സിയിൽ അവരെല്ലാം അമ്പയെ പരാജയമാകുകയായിരുന്നു. അവിടെയാണ് നാണക്കേടിൽ നിന്നും ഇന്നും കരകയറാൻ സാധിക്കാത്ത ബ്രസീൽ ചരിത്രം ഏറെ ചർച്ചയാകുന്നത്. അതിനാൽ ഞാൻ എപ്പോഴും അതിൻ്റെ കാരണം തേടിയിറങ്ങിയിരുന്നു. അങ്ങനെ മറ്റൊരു ഭാവി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അവിടെ ഞാൻ ഒരു സിംഹത്തെ കണ്ടുമുട്ടി. No, I think he is a lion cub.